എന്റെ പൊന്ന് മക്കളെ. ചാച്ചൻ ആക്സിഡന്റ് ആയപ്പം എന്റെ ആഹാരം കഴിപ്പ് മുട്ടിപ്പോന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അതാ നിന്റെ വിഷമം? സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ആ പേടിയിൽ നിന്ന് ധൈര്യം സംഭരിച്ച് ഞാൻ ചാച്ചന്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് തന്നെ അങ്ങ് നിന്ന് ഒരു പ്ലേറ്റ് ചോറ് കഴിച്ച് ആ ദിവസം അങ്ങ് തുടങ്ങി. അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേൽക്കുക, തിന്ന, നിന്റെ കാശ് കളയുക, ഉറങ്ങുക. തരക്കേടില്ലാത്ത കൂട്ടാനുള്ളതുകൊണ്ടായിരുന്നു. നല്ലൊരു പിടി പിടിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ കുറച്ചേരം വിശ്രമിക്കാനൊന്നും പറ്റി. കുറച്ച് ഓവറായി. ശരിയാ, ഇനി 5 മിനിറ്റത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ എന്നിട്ടും വിശപ്പ് മാറാത്തതുകൊണ്ട് നേരെ ചെന്നപ്പോൾ കാക്കിലെ മുന്തിരി ഇരിക്കുന്നുണ്ട്. അതിലൊരു 10 ഗ്രാം അവന് കൊടുത്തേച്ച് ബാക്കി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഞാനങ്ങ് കഴിച്ചു. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. മുന്തിരി തീരുന്തോറും എന്റെ വിശപ്പ് കൂടി വരുന്നോണ്ടോന്ന് എനിക്ക് സംശയം തോന്നി. അതുപോലെ തന്നെ ശരീരമാണെങ്കിൽ ക്ഷീണിച്ചും തുടങ്ങി. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. അപ്പോഴാണ് അമ്മ ജയഭാരതി വയനാട്ടിൽ പോയി കുറച്ച് മുട്ടപ്പഴം അവിടെ നിന്ന് കൊണ്ടുവന്ന ആരോ ഓർമ്മ വന്നു. അപ്പൊ പിന്നെ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുളിച്ചു പറിച്ചു നോക്കി. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. അതും എടുത്ത് കഴിച്ചു. എൻ്റെ അടുത്ത് ഒരു കുരുവും കിട്ടി. ഇടയ്ക്ക് ചാച്ചന്റെ ട്രിപ്പ് നോക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കഴിപ്പുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഇങ്ങനെ നിന്നിട്ട് ഒന്നും ആയില്ല. എന്താണെന്ന് അറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ എലൈറ്റിന്റെ ബ്രെഡും ജാമും ഉണ്ടോ, അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കഴിക്കാം. അപ്പം വയറിനും മനസ്സിനും കുറച്ച് ശമനം തോന്നി. അപ്പം 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം. ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കുടിച്ച് അതിനുണ്ടായിരുന്ന ജാമ് ചാച്ചന്റെ വായിൽ തള്ളിക്കയറ്റി സ്പൂൺ കഴുകാതെ അങ്ങനെ കിടന്നുറങ്ങി. നീയല്ലേ പറഞ്ഞു ഉറങ്ങുന്നു? എന്നിട്ട് ഫുഡ് ഇത് ഞാൻ നേരത്തെ കേട്ടാണ്. അപ്പൊ ഞാൻ വെച്ച് കൂർക്കം വലിക്കാനാണ്. ഫുഡ് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എണ്ണീറ്റപ്പോൾ പിന്നെയും വിശപ്പ്. അപ്പോഴാ ഓർത്ത് അമ്മ ചാച്ചന് കൊടുക്കാൻ കുറച്ച് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അതിന് ഒരു ആപ്പിൾ അവന് കൊടുത്തിട്ട് ബാക്കിയല്ല പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിയിരുന്ന് ഞാനങ്ങ് കഴിച്ചു. ഇതൂടെ കേട്ട് കണ്ട നെത്തോലി സ്രാവിനെ പോലെ വിഴുങ്ങുന്നത്. ഇതൊക്കെ എങ്ങോട്ട് പോന്നോ? ഞാൻ പോട്ടെ, ദൈവം കാക്കട്ടെ.